നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ ഡ്രൈവിലും ജിമെയിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിങ്സാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ച സെറ്റിങ്സാണ്. എന്താണ് ഗൂഗിൾ ഡ്രൈവിലെയും ജിമെയിലെയും ആ സെറ്റിങ്സുകളെന്ന് നോക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ജിമെയിൽ എടുക്കുക. ജിമെയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നതുമായിട്ടുള്ളൊരു സെറ്റിങ്സ്. നമുക്ക് മൊബൈൽ നമ്പറുകൾ സേവ് ചെയ്യുന്നത് ഗൂഗിളിലാണ് അധികം ആളുകളും. കാരണം ഗൂഗിൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റുകൾ നഷ്ടപ്പെടില്ല. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് കോൺടാക്റ്റുകൾ തിരിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ ജിമെയിൽ ഏത് മൊബൈൽ ഫോൺ ലോഗിൻ ചെയ്യുന്നോ അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ കോൺടാക്റ്റുകൾ തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ജിമെയിലിനകത്ത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റുകളൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ മൈ അക്കൗണ്ട് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കാൻ കാണാൻ സാധിക്കും. ഇതുപോലെ മൈ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഗോ ടു ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ ഒരുപാട് ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ ഏത് ജിമെയിലാണ് നിങ്ങളുടെ കോൺടാക്റ്റ് സേവ് ചെയ്തതെന്ന് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചർ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ജിമെയിൽ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ഒരുപാട് ഐക്കണുകൾ കാണും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഐക്കൺ ഒന്ന് ഇടത് ഭാഗത്തേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ കുറച്ച് താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ കോൺടാക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ 471 കോൺടാക്റ്റ് ഞാൻ ഗൂഗിൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കോൺടാക്റ്റിന് ഏറ്റവും അവസാനത്തിൽ കാണുന്ന വലതു ഭാഗത്തേക്കുള്ള ഈ അരോ മാർക്കിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കാണാം. വ്യക്തിയുടെ പ്രൊഫൈൽ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഭാഗത്തുള്ള പെൻ ഐക്കൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അയാളുടെ പേര്, ജോലി, അദ്ദേഹത്തിൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല നമുക്കിവിടെ ഒരു കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോൺടാക്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലൊരു ടിക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത ഏതാണ് വേണ്ടെങ്കിൽ ഇതും അതുപോലെ ലോങ് പ്രസ് ചെയ്യുക, ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് ഒരു ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഗൂഗിൾ ഒന്നാമത്തെ സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകാം. പല സുഹൃത്തുക്കളും പറയാറുണ്ട് നമ്മൾ വാട്സപ്പിലൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പിലെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും ആവശ്യം ഉണ്ടാകുമ്പോൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയോ നമ്മുടെ മറ്റേതെങ്കിലും മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പ് മാറ്റുന്ന സമയത്ത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യാറുണ്ട്. ഈ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ ഗൂഗിളിൽ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അത് ഗൂഗിൾ ഡ്രൈവിലാണെന്ന് അധികം പേർക്കും അറിയാം. പക്ഷേ ഗൂഗിൾ ഡ്രൈവിൽ എവിടെയാണെന്ന് പല സുഹൃത്തുക്കൾക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ജിമെയിലാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ജിമെയിൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജിമെയിൽ കാണും. ആ ജിമെയിൽ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇടത് ഭാഗത്ത് കാണുന്ന 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ബാക്കപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ കാണുന്ന ഈ ബാക്കപ്പ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഏതൊക്കെ നമ്പറുകളിൽ നിന്നാണ് നമ്മൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്നതെന്ന് ഈ ജിമെയിലിലേക്ക് ആ നമ്പറുകളെല്ലാം കാണാൻ സാധിക്കും. അവിടെ വെച്ച് നമുക്കത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിലെ ഡാറ്റകൾ കാണാൻ സാധിക്കില്ല. നമുക്ക് ഡാറ്റകൾ കാണണമെങ്കിൽ വാട്സപ്പിൽ ബാക്കപ്പ് തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഡാറ്റകളൊക്കെ തിരിച്ച് കിട്ടുക. ഇവിടെ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാനും വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പല സുഹൃത്തുക്കളും പറയാറുണ്ട് വാട്സപ്പ് ചാറ്റുകൾ തിരിച്ചെടുക്കാനാകാതെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന്. നമുക്ക് ഈ വലതുഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റുകൾ തിരിച്ചെടുക്കാനാകാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.